ഹലോ എവ്രി വൺ. ഒരുപാട് ആസ്പിറൻസ് ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ജോബ് റിക്രൂട്ട്മെന്റ് ആണ് FCI അല്ലെങ്കിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ജോബ് റിക്രൂട്ട്മെന്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ അപ്ഡേറ്റ്? ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്? നമുക്ക് കുറച്ച് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഇനി നമ്മുടെ ആസ്പിറൻസ് എന്ത് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തു പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു നോട്ടീസ് ആണ്. സോ അതിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി അതിനെ ഒന്നിവിടെ എൻലാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ബേസിക്കലി ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്റർ ആണ്. അതായത് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീ പ്രഹ്ലാദ് ജോഷിക്ക് അയച്ച ഒരു ക്വറിയുടെ ഭാഗമായിട്ട് അദ്ദേഹം റിപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കിവിടെ ഒരു നോട്ടീസ് ആയിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം FCIയിൽ ഒരുപാട് റിക്രൂട്ട്മെന്റ് വരുന്നു. ഏകദേശം 33,000ഓളം വേക്കൻസീസ് വരാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് എപ്പോൾ നടക്കും, അല്ലെങ്കിൽ ഇതിനുള്ള നടപടികൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു ഒഫീഷ്യൽ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മിനിസ്റ്ററുടെ മന്ത്രാലയത്തിൽ നിന്ന് തന്നെ വന്ന അദ്ദേഹത്തിന്റെ തന്നെ ലെറ്റർ ഹെഡിൽ വന്നിരിക്കുന്ന ഒരു റിപ്ലൈ ആണ്. സോ ഡെഫിനറ്റ്ലി ഇതിനെ നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അല്ല, ഇറ്റ്സ് ജസ്റ്റ് എ കൺഫർമേഷൻ. അപ്പൊ ഇതിൽ തന്നിരിക്കുന്നത് പ്രകാരം ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് സാധാരണ നടക്കാറുള്ളതാണല്ലോ. ഇത്രയും സമയമായിട്ടും ഇതെന്താണ് നടക്കാത്തത് എന്ന ക്വറിയുടെ ഭാഗമായിട്ടുള്ള ആൻസർ ആയിട്ട് ഇതിന്റെ ഉത്തരം തന്നിരിക്കുന്നത് ഇത്രയും വേക്കൻസീസ് വരുന്നത് കൊണ്ട് അത് ഫില്ലപ്പ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ പ്ലാൻ ഓൾറെഡി അണ്ടർ റിവ്യൂവിലാണ് ആൻഡ് ഇറ്റ് ഇസ് അണ്ടർ ആക്റ്റീവ് കൺസിഡറേഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാം. ഐ ഹാവ് ഹാഡ് ദ മാറ്റർ എക്സാമിൻ ആൻഡ് വുഡ് ലൈക്ക് ടു ഇൻഫോം ദി ആക്ഷൻ പ്ലാൻ ഹാസ് ബീൻ ഫോർമുലേറ്റഡ് ബൈ ഫില്ലിംഗ് അപ്പ് വേക്കൻസീസ് ത്രൂ എ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഇസ് അണ്ടർ റിവ്യൂ ആൻഡ് ആക്റ്റീവ് കൺസിഡറേഷൻ ഇൻ FCI. സോ ഇവിടെ ഇതിന്റെ അർത്ഥം നമ്മൾ കാത്തിരുന്ന ഈ എക്സാമിനേഷൻ ഉടനെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. സോ ദിസ് ഇസ് നമുക്ക് ഇതിനെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. കാരണം ഇവിടെ ലെറ്റർ ഹെഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാം മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ലെറ്റർ ഹെഡിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കാര്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി മനസ്സിലാക്കാനുള്ളത് നോക്കാം. സോ ബേസിക്കലി ഈ ഒരു ലെറ്റർ ഹെഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്ലൈ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ വി ശിവദാസൻ എന്ന് പറയുന്ന MP ചോദിച്ച ഒരു ക്വറിയുടെ ഭാഗമായിട്ടുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനെപ്പറ്റി അധികം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ചെറിയൊരു ഓവർവ്യൂ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ FCI എന്ന് പറയുന്നത്? സോ ബേസിക്കലി നമ്മുടെ രാജ്യത്തിലുടനീളം ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ എല്ലാവർക്കും ഭക്ഷണങ്ങൾ ലഭിക്കുന്നു എന്നത്, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഈ ഒരു അതോറിറ്റിനെയാണ് നമ്മളിവിടെ FCI എന്ന് പറയുന്നത്. സോ സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, വിലകൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോ ഇതുപോലെ വരുന്ന ക്രോപ്സിനൊക്കെ ഒരു മിനിമം ആയിട്ടുള്ള സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നതും ഒക്കെ ഈ ഒരു അതോറിറ്റിയുടെ കീഴിൽ തരുന്ന അതിന്റെ തന്നെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഈ നമ്മുടെ റേഷൻ ഡിസ്ട്രിബ്യൂഷൻ പോലെയുള്ള കാര്യങ്ങളും ഒക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് FCI തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ജോലിക്ക് പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേ സ്കെയിലാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് ജോലിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ്. അതായത് ഇപ്പം ഡൽഹിയിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ്. പിന്നെ റെഗുലർ ആയിട്ടുള്ള ടൈം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് ഇത്രയും വേക്കൻസീസ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഒരു റിക്രൂട്ട്മെന്റ് വന്നിട്ടില്ല. അപ്പം പലർക്കും നമുക്കൊരു അരക്ഷിതാവസ്ഥയായിരുന്നു. അതായത് ഇത് നടക്കോ ഇല്ലയോ എന്നുള്ള ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ലെറ്റർ പ്രകാരം ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ മാറ്റർ എക്സാമിൻ ചെയ്തു കഴിഞ്ഞു, അതിനുള്ള ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, ഇതിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇസ് അണ്ടർ റിവ്യൂ എന്നാണ്. എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇത് നടക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഈ തന്നിരിക്കുന്ന ലെറ്ററിൽ ഇന്ന ഡേറ്റിൽ റിക്രൂട്ട്മെന്റ് നടക്കുമെന്നോ അല്ലെങ്കിൽ എക്സാക്ട്ലി ഇത്ര നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് വരുന്നതെന്നോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തിറങ്ങും എന്നൊന്നും എക്സാക്ട്ലി പറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് ഒരു പ്ലാൻ വെച്ചിട്ട് പോകാനുള്ള ഒരു ഡേറ്റ ഒന്നും ഈ ലെറ്ററിൽ ഇല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം പ്ലീസ് കൺസിഡർ ദിസ്. നോർമലി ഇങ്ങനെ ഒരു ക്വറി നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ മേ ബി എന്ന് പറയുന്ന ഒരു രീതി മാത്രമാണ് സാധാരണ ഇത്തരം ക്വരീസിന് ലഭിക്കാറുള്ളൂ. എന്നാൽ ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നു ആക്ഷൻ പ്ലാൻ ഹാസ് ബീൻ അണ്ടർ കൺസിഡറേഷൻ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആക്ഷൻ പ്ലാൻ ഹാസ് ബീൻ അണ്ടർ റിവ്യൂ എന്നിവിടെ ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കാൻ പോകുന്നതെന്നും ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്നും നമുക്ക് ഒരു ഇത്തിരി കൂടി ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഷുവർ നോട്ടീസ് വന്നു എന്ന് പറയുന്നതിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്. സോ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഇവരുടെ അനാലിസിസും റിവ്യൂ ഒക്കെ കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് തന്നെ നമുക്കിവിടെ പറയാം. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് ഈ നോട്ടീസിൽ പറയുന്ന കാര്യം. സോ ഇവിടെ പ്ലീസ് ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ്, ഇത് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നതല്ല. റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ക്വറിയുടെ റിപ്ലൈ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ഏതൊക്കെ പോസ്റ്റുകളിലേക്കായിരിക്കും വേക്കൻസീസ് വരുന്നത്, അങ്ങനെ വരുന്ന പോസ്റ്റുകളുടെ ജോബ് പ്രൊഫൈൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നാലും ബേസിക്കലി എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ പ്ലീസ് റിമെമ്പർ ഇവിടെ പല കാറ്റഗറീസിലുള്ള പോസ്റ്റുകളിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൽ കാറ്റഗറി 1 എന്ന് പറയുന്നത് ഇച്ചിരി ഹയർ ലെവലാണ്. അതിന്റെ താഴെ വരുന്നതാണ് കാറ്റഗറി 2. അതിനുശേഷം കാറ്റഗറി 3യും കാറ്റഗറി 4ഉം ഉണ്ട്. അപ്പോൾ കാറ്റഗറി 4ലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടി ഓഫീസ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന പോലത്തെ സ്റ്റാഫുകളില്ലേ, അതായത് സെക്യൂരിറ്റി ഗാർഡ് പിന്നെ വാച്ച്മാൻ അത്തരത്തിലുള്ള സ്റ്റാഫുകളുടെ റിക്രൂട്ട്മെന്റ് ആണ് കാറ്റഗറി 4ൽ നടക്കുന്നത്. എന്നാൽ കാറ്റഗറി 1ലേക്ക് വരുമ്പോഴേക്കും എക്സിക്യൂട്ടീവ് കാറ്റഗറിയിൽ വരുന്നത്, അതായത് മാനേജ്മെന്റ് ലെവലിൽ വരുന്ന അസിസ്റ്റന്റ് ജനറൽ മാനേജർ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസേഴ്സ് പോലെ ഹയർ ലെവലിൽ വരുന്ന റിക്രൂട്ട്മെന്റ് ആണ് കാറ്റഗറി 1ൽ നടക്കുക. നെക്സ്റ്റ് വരുന്നത് കാറ്റഗറി 2വിൽ മാനേജർ, നെക്സ്റ്റ് ജനറൽ ഡിപ്പോ, മൂവ്മെന്റ്, അക്കൗണ്ട്സ്, ടെക്, നെക്സ്റ്റ് നോൺ എക്സിക്യൂട്ടീവ് കേഡർ, ഇങ്ങനെ 3 കാറ്റഗറിയും. താഴത്തെ കാറ്റഗറിയിലേക്ക് വരുമ്പോഴേക്കും അവിടെ വാച്ച്മാൻ പോലെയുള്ള ഓഫീസ് ഡ്യൂട്ടിയാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇനി ഈ പോസ്റ്റുകളുടെയൊക്കെ ചെറിയതായിട്ടുള്ള ഒരു പ്രൊഫൈൽ കൂടി ജസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ ഇതിനകത്ത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാറ്റഗറി 3ൽ വന്നിരിക്കുന്ന അസിസ്റ്റന്റിന്റെ റോള്. നെക്സ്റ്റ് നമുക്ക് മാനേജർ ഫോർ ഡിപ്പോ, അത് കാറ്റഗറി 2വിൽ വന്നിട്ടുണ്ട്. മറ്റത് കാറ്റഗറി 4ൽ വന്നിരിക്കുന്ന റോള് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3 എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഡിപ്പോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എത്ര ഗ്രെയിൻസ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഗോഡൌണിൽ നിന്ന് ഏതൊക്കെ ക്രോപ്സ് പുറത്തേക്ക് പോകുന്നുണ്ട്, അതിൻ്റെയൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. സോ ബേസിക്കലി ഒരു ഗോഡൌണിനെ സംബന്ധിച്ച് സ്റ്റോക്ക് അതിന്റെ ഇൻവെന്ററി മാനേജ് ചെയ്യുന്ന ജോലിയായിരിക്കും ഈ ഒരു പ്രൊഫൈലിൽ വന്നിട്ട് വരുന്നത്. ഇനി അതേസമയം ടെക്നിക്കൽ കാറ്റഗറിയിലേക്ക് വരുമ്പോഴേക്കും അവിടെ അത് തന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് ഡിപ്പോയിലും വരുന്നുണ്ട്, ടെക്നിക്കലിലും വരുന്നുണ്ട്. ടെക്നിക്കൽ കാറ്റഗറിയിലേക്ക് വരുമ്പോഴും കൂടുതലായിട്ടും ഗ്രെയിനിന്റെ ഒക്കെ ക്വാളിറ്റി അനാലിസിസ് ബേസ്ഡ് ആയിട്ടുള്ള ജോലികളായിരിക്കും വരുന്നത്. അതായത് പെസ്റ്റ് കൺട്രോൾ ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, നമ്മൾ ഇങ്ങനെ വാങ്ങി വെക്കുന്ന പ്രൊക്യൂർ ചെയ്യുന്ന ഗ്രെയിൻസിന്റെ ഒക്കെ ക്വാളിറ്റി എന്തുമാത്രം ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇനി അതിൽ തന്നെ അക്കൗണ്ട്സ് എന്ന് വരുമ്പോഴേക്കും കൂടുതലും അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ കറക്റ്റ് ആണോ നോക്കുക, പിന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ഒക്കെ റെക്കോർഡ് കീപ്പ് ചെയ്യുക. ഈ ഒരു കാര്യങ്ങളാണ് ഈ 3ാമത്തെ കാറ്റഗറിയിലേക്ക് വരുന്നത്. ഓക്കെ, ഇത് അസിസ്റ്റന്റിന്റെ കാറ്റഗറിയാണ്. ഇനി അടുത്ത് വരുന്നത് കാറ്റഗറി 2വിലുള്ള മാനേജറാണ്. സോ ഇവിടെ മാനേജ്മെന്റ് ലെവലിലേക്ക് വരുമ്പോഴേക്കും ക്ലറിക്കൽ ആയിട്ടുള്ള ജോലികളായിരിക്കില്ല കൂടുതലും, മാനേജ്മെന്റ് ലെവലിലുള്ള, അതായത് ഇത് മൊത്തം പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റഡ് ആണോ എന്ന് എൻഷുർ ചെയ്യുക, സ്മൂത്ത് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ഒക്കെ നടത്തുക, പിന്നെ ഡിസിഷൻ മേക്കിംഗ് പവേഴ്സും കൂടി ഈ ഒരു റോളിൽ ഉണ്ടാകും. പിന്നെ വാച്ച്മാനും സെക്യൂരിറ്റി ഗാർഡും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവരുടെ ജോബ് പ്രൊഫൈൽ എന്താണ് വരുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഇനി വരാൻ പോകുന്ന റിക്രൂട്ട്മെന്റിൽ വരുന്ന ജോബ് പ്രൊഫൈലുകൾ. ഇനി അതിൽ തന്നെ വരുന്ന ഞാൻ പറഞ്ഞല്ലോ 4 കാറ്റഗറി ഉണ്ട്. അപ്പോൾ 4 ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും താഴെ വരുന്ന കാറ്റഗറി 4ലേക്ക് വാച്ച്മാനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് 8th അല്ലെങ്കിൽ 10th പാസ് അല്ലെങ്കിൽ ബേസിക്കലി മെട്രിക്കുലേഷൻ ലെവലിലാണ് നടക്കാൻ പോകുന്നത്. സോ മെട്രിക്കുലേഷൻ ലെവലിൽ തന്നെ എലിജിബിലിറ്റി ഉള്ള ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേസമയം നെക്സ്റ്റ് അക്കൗണ്ട്സ് ടെക്നിക്കൽ ജനറലിലേക്കൊക്കെ പോകുമ്പോഴേക്കും അവർക്ക് ഗ്രാജുവേഷൻ, അതായത് മിനിമം ആയിട്ട് ഡിഗ്രി എന്തായാലും ഉണ്ടായിരിക്കണം. അത് ടെക്നിക്കൽ
കാറ്റഗറിയിലേക്ക് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതാ ഇവിടെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എനി ഡിഗ്രി അല്ല, അഗ്രികൾച്ചർ, ബോട്ടണി, സുവോളജി, ബയോടെക്നോളജി ഓർ ബിടെക് ഇൻ ഫുഡ് സയൻസ് ഓർ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സ്ട്രീംസിൽ പഠിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം അവരവിടെ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് കണക്കെഴുത്ത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ജോലിയല്ല, പകരം പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസിന്റെ ഒക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, പ്രൊക്യൂർമെന്റിന്റെ എല്ലാ പ്രോസസ്സും കറക്റ്റ് ആയിട്ട് നടത്തുക, ആൻഡ് ഓൾസോ പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അക്കൗണ്ട്സിന്റെ കാറ്റഗറിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും BCom ഉണ്ടായിരിക്കണം. ക്ലിയർ ആയുള്ള എല്ലാവർക്കും? അപ്പോൾ ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിൽ എടുത്തു പറയാനായിട്ടുള്ളത്. എന്നാൽ അല്ലാത്ത പോസ്റ്റുകളിലേക്ക്, ഈ വാച്ച്മാൻ പോലുള്ള പോസ്റ്റുകളിലേക്ക് വരുമ്പോഴേക്കും 10th സ്റ്റാൻഡേർഡ് മതിയാകും. ഓക്കെ, ഇനി നമുക്ക് ഏജ് ലിമിറ്റും കൂടി പറയാം. സോ നോർമലി ഞാനിവിടെ പറഞ്ഞതുപോലെ 4 കാറ്റഗറിയാണ്. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് ലിമിറ്റ്സ് ആണ്. ഏറ്റവും താഴെ വരുന്ന വാച്ച്മാൻ പോലെയുള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് 25 ഇയേഴ്സിന്റെ ഏജ് ലിമിറ്റ് ആണ്. അപ്പോൾ ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ് കേട്ടോ ഈ സൈഡിൽ തന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ഗവൺമെന്റ് റിലാക്സേഷൻ പ്രകാരം വരുന്ന നമ്മുടെ SC ST OBC പോലെയുള്ള റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസിന്റെ കാര്യം ഞാനിവിടെ പറയുന്നുണ്ട്. ഇനി മാനേജർ കാറ്റഗറിയിലേക്ക് 28 ഇയേഴ്സ് ആണ്. ഇനി അസിസ്റ്റന്റ് ജനറൽ മാനേജർ ടെക്നിക്കൽ കാറ്റഗറിയിലേക്ക് 28 ഇയേഴ്സ് ആണ്. എന്നാൽ ജനറൽ അല്ലെങ്കിൽ ഡിപ്പോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഇതിൽ മൂന്നിലും 27 ഇയേഴ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഏജ് ലിമിറ്റ് ആണ്. ഇനി അതേസമയം നിങ്ങൾ SC ST ആണെങ്കിൽ അവിടെ 5 ഇയേഴ്സിന്റെ റിലാക്സേഷൻ കിട്ടും. സോ ഇവിടെ അപ് ടു 33 ഇയേഴ്സ് നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടേക്ക് വരുമ്പോഴേക്കും 32 ഇയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ 30 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. OBC-കാർക്ക് 3 ഇയേഴ്സിന്റെ റിലാക്സേഷൻ ഉണ്ട്. ആൻഡ് പ്ലീസ് റിമെമ്പർ, ഇത് ഒരുപാട് ഫിസിക്കൽ ഫങ്ഷനാലിറ്റി ആവശ്യമുള്ള ഒരു ജോലിയല്ല. സോ ആസ് എ റിസൾട്ട് പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന് നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിലുള്ള ഒരു ഡിസേബിൾഡ് കാൻഡിഡേറ്റിന് 10 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. ആൻഡ് OBC ആണെങ്കിൽ 10+3 13 ഇയേഴ്സ് കിട്ടും. SC ST ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് 10+5 15 ഇയേഴ്സ് റിലാക്സേഷൻ കിട്ടും. ഓക്കെ, ഇനി ഡിപ്പാർട്ട്മെന്റൽ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 50 ഇയേഴ്സ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലാണ് അതിനുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഏജും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും പറഞ്ഞു. ഇനി ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് കൂടി പറയാം. സോ ഇതിന്റെ എക്സാം ആക്ച്വലി നടത്തുന്നത് നമ്മുടെ IBPS ആണ്. ബാങ്കിങ് എക്സാംസ് ഒക്കെ നടത്തുന്ന IBPS ആണ്. അപ്പോൾ ഇവിടെ 2 റിട്ടൺ എക്സാമിനേഷനും അതിന്റെ കൂടെ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ആണ് ഇവിടെ വരുന്നത്. സോ ബേസിക്കലി ഓൺലൈൻ ആയിട്ടാണ് ഈ റിട്ടൺ എക്സാമിനേഷൻസ് രണ്ടും നടത്തുന്നത്. സോ അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഈ എക്സാം, അതായത് ഫസ്റ്റത്തെ ഫേസ് ക്ലിയർ ചെയ്ത് രണ്ടാമത്തെ ഫേസിലേക്ക് പോയി, രണ്ടാമത്തെ ഫേസ് ആണ് ക്ലിയർലി നിങ്ങളുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇത് ഫസ്റ്റ് ഒരു CBT ഓൺലൈൻ ആയിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം മെയിൻസ്, പിന്നെ വീണ്ടും സ്കിൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന്റെ എക്സാം പാറ്റേൺ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിങ് എബിലിറ്റി, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ സ്റ്റഡീസ്. അപ്പോൾ ജനറൽ സ്റ്റഡീസിൽ ബേസിക്കലി നമ്മൾ ജനറൽ സയൻസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, കറണ്ട് അഫയേഴ്സും ജനറൽ സയൻസും വരുന്നുണ്ട്. അതിൽ കൂടാതെ സാധാരണ ഇന്ത്യയുടെ ഹിസ്റ്ററി, ജിയോഗ്രഫി പോലെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. സോ ടോട്ടൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് 1 മണിക്കൂറിലാണ് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് 1 ക്വസ്റ്റ്യന് 1 മാർക്കാണ് പോസിറ്റീവ്ലി കിട്ടുന്നത്, വെയിറ്റേജ് വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് 1/4 മാർക്ക്, അതായത് 1/4 മാർക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾ ഇതിന്റെ സിലബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പം SSCയുടെയോ റെയിൽവേയുടെയോ ഒക്കെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടെ ആക്ച്വലി നമ്മുടെ സിലബസ് വരുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള വലിയ പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യം ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടാവില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാംസിന്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ യോഗ്യതകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ടെക്നിക്കൽ ആണെങ്കിൽ അഗ്രികൾച്ചർ വേണം, അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി വേണം, അക്കൗണ്ട്സ് ആണെങ്കിൽ BCom വേണം, ജനറൽ ആയിട്ടുള്ളവർക്ക് ഏത് ഡിഗ്രിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നിങ്ങളുടെ ലാസ്റ്റത്തെ സ്റ്റേജിലേക്ക്, സ്കിൽ ടെസ്റ്റിലേക്ക് വരുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എക്സ്ട്രാക്ട് സ്ട്രീമിൽ നിന്നും വരുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാൻ നമുക്ക് സാധ്യതയുള്ളൂ.
ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതിന്റെ ജസ്റ്റ് ഒരു സിലബസും ഞാൻ ഇവിടേക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ സാലറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറി തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ബേസിക് പേ തന്നെ അസിസ്റ്റന്റ് ജനറൽ മാനേജറിന് വരുന്നത് 28,000 തൊട്ട് ഓൺവേർഡ്സ് ആണ്. സോ നിങ്ങൾക്ക് ഇൻഹാൻസ് സാലറി ഒരു 45,000ന്റെ അകത്ത് ഈസിലി ലഭിക്കാവുന്നതാണ്. ആൻഡ് അത് നിങ്ങളുടെ പോസ്റ്റിംഗ് അനുസരിച്ചിട്ടാണ്. XYZ പോലെയുള്ള സിറ്റീസിൽ, ഇപ്പം വലിയ സിറ്റീസിലാണെങ്കിൽ ആ 45,000ഉം നിങ്ങൾക്ക് കിട്ടും. അതേസമയം ചെറിയ സിറ്റീസിലോ അല്ലെങ്കിൽ ടൗണുകളിലോ ആണെന്നുണ്ടെങ്കിൽ അതിൽ അതനുസരിച്ച് വരുന്ന ചെറിയ റിഡക്ഷൻസ് ഉണ്ടാകും. ഓക്കെ, പിന്നെ ബാക്കിയുള്ള അലവൻസുകളൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഒരുപാട് വീഡിയോകളിൽ പറയുന്നതാണ് അല്ലെ. DNS അലവൻസ് ഉണ്ട്, HRA ഉണ്ട്, അങ്ങനെ ഒരുപാട് എക്സ്ട്രാ അലവൻസുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സോ അപ്പോൾ പ്ലീസ് റിമെമ്പർ, നിങ്ങൾ ഇതിന്റെ മാനേജർ പോസ്റ്റിലേക്ക്, അതായത് കാറ്റഗറി 2 പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബേസിക് പേ തന്നെ വരുന്നത് 40,000 rupees ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി ഈ ഒരു പോസ്റ്റിലേക്ക് തന്നെ ഡയറക്ട്ലി അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇപ്പം വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള ഒരു അറിയിപ്പാണ്. ഇനി നോട്ടിഫിക്കേഷൻ വരണം, അതിനുശേഷം എക്സാം വിൻഡോ ഓപ്പൺ ആകും, ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകും, അതിനുശേഷമാണ് നിങ്ങളുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാംസിൻ്റെ കൂടെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനും ഡയറക്ട്ലി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നറിയണമെങ്കിൽ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ അതെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ ഫോളോ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചാനൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് മിസ്സായി പോകും. ഞാനിപ്പോൾ പറഞ്ഞ ഈ നോട്ടിഫിക്കേഷനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ വരികയാണെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.